സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാതല യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വികസനം ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം നടക്കേണ്ടതോ ഒരു വിഭാഗത്തിന് മാത്രം ലഭിക്കേണ്ടതോ അല്ല, മറിച്ച് സർവ്വതല സ്പർശിയും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതവുമായിരിക്കണമെന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാതല യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ ഏറ്റവും അഭിമാനകരമായ മേഖലകളായിരുന്ന പലതും പൂർണ്ണമായി തകർന്നു പോയിരുന്നു. അതിലൊന്നാണ് പൊതുവിദ്യാഭ്യാസം, മറ്റൊന്നാണ് ആരോഗ്യരംഗം. പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും പരിശോധിച്ച് ഏറ്റവും മെച്ചപ്പെട്ട പൊതുവിദ്യാഭ്യാസ മേഖല കേരളത്തിലാണ് എന്ന് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തുക. ഒരു വർഷമല്ല, തുടർച്ചയായ വർഷങ്ങളിൽ ആ 1ാം സ്ഥാനം കേരളത്തിന് നിലനിർത്തിപ്പോകാൻ കഴിയുന്നു. അതേപോലെ തന്നെ ആരോഗ്യരംഗം വലിയ തോതിൽ ശേഷി ആർജിച്ച് നിലവന്നു. എല്ലാ മേഖലയും കൂടുതൽ കരുത്താർജിക്കുന്ന നിലയുണ്ടായി. കാർഷിക രംഗം, വ്യവസായ രംഗം എല്ലാം വലിയ തോതിൽ അഭിവൃദ്ധിപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനമാണ്. എല്ലാ പ്രദേശങ്ങളും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. എല്ലാ വിഭാഗങ്ങളും, നാടിൻ്റെ എല്ലാ വിഭാഗങ്ങളും വികസനത്തിൻ്റെ സ്വാദറിയണം. ആ സർവതല സ്പർശിയും സാമൂഹ്യനിരധിഷ്ഠിതവുമായ വികസനം എന്ന കാഴ്ചപ്പാട് നാം നേരത്തെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിൻ്റെ ഉയർന്ന പതിപ്പാണ് നവകേരളം. ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ലഭിച്ചിട്ടുണ്ട്, തുടർന്നും ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. വികസനം ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം നടക്കേണ്ടതോ ഒരു വിഭാഗത്തിന് മാത്രം ലഭിക്കേണ്ടതോ അല്ല, വികസനം സർവതല സ്പർശിയും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതവും ആയിരിക്കണം എന്നതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ഇതിൻ്റെ ഏറ്റവും ഉയർന്ന പതിപ്പായിരിക്കും നവകേരളം. ഇത് യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരുടെയും സഹായവും പിന്തുണയും സഹകരണവും ഉണ്ടാകണം. നവംബർ 1 രാജ്യത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറും. ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ വലിയ തകർച്ചയിൽ നിന്നും മികച്ച രീതിയിൽ തിരിച്ചു കൊണ്ടുവരുവാൻ സർക്കാരിന് കഴിഞ്ഞു. രാജ്യവും ലോകവും കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിൽ പകച്ചു നിന്നപ്പോൾ കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴാത്ത ഏക പ്രദേശമായി കേരളത്തെ ലോകം നോക്കിക്കണ്ടു. കോവിഡിനെ പ്രതിരോധിച്ച ലോകത്തിലെ തന്നെ അപൂർവം പ്രദേശങ്ങളിലൊന്നായി കേരളം മാറി. ദേശീയപാതയുടെ പ്രവൃത്തികൾ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അടുത്തു തന്നെ ദേശീയപാത നിർമ്മാണം പൂർത്തിയാകും. ദേശീയപാതയ്ക്കായി 45 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കുന്ന വിഷയത്തിലും ഗെയിൽ സിറ്റി ഗ്യാസ് പദ്ധതി വന്നപ്പോഴും തടസ്സപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായി. ദേശീയപാത വികസനം പോലെ തന്നെ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി നടപ്പാക്കാൻ വന്ന ഗെയിലും നാടുവിട്ടുപോയി. 2016 അതേ ഗെയിലുകാരോട് സർക്കാർ തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു. അവരെ കൊണ്ട് തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ സിറ്റി ഗ്യാസ് പൈപ്പിലൂടെ വാതകം പ്രവഹിക്കുകയാണ്. ഇതുപോലെ തന്നെ ഇടമൺ കൊച്ചി പവർ ഹൈവേ കോട്ടയത്തെത്തിയപ്പോൾ നിന്നുപോയിരുന്നു. പവർ ഗ്രിഡ് കോർപ്പറേഷനാണ് ആ പ്രവൃത്തി ഏറ്റെടുത്തത്. അവരും പദ്ധതി ഉപേക്ഷിച്ച് തിരിച്ചുപോയി. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവരെ തിരിച്ചു വിളിച്ച് നിർമ്മാണം പൂർത്തിയാക്കാൻ പറഞ്ഞു. സർക്കാർ ഉറച്ചുനിന്ന് പദ്ധതി പൂർത്തിയാക്കി. ഇവിടെയാണ് സർക്കാരുകളുടെ വ്യത്യാസം കാണേണ്ടത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിനും നിരവധി തടസ്സങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വന്നു. ലോകത്തിലെ തന്നെ അപൂർവമായ വൻ തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം.
ഈ പദ്ധതി പൂർത്തിയാക്കാൻ LDF സർക്കാർ ശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. നാടിന്റെ വികസനത്തിന് ഒഴിവാക്കാൻ കഴിയാത്തതാണ് ചില നിലപാടുകൾ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യോഗത്തിൽ ജില്ലയുടെ ചുമതലയുള്ള കൃഷിമന്ത്രി P. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ, MLA-മാരായ PP ചിത്തരഞ്ജൻ, H. സലാം, ദലീമ, തോമസ് K. തോമസ്, MS അരുൺകുമാർ, U. പ്രതിഭ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ VK രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലയുടെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ഷർമിള മേരി ജോസഫ്, ADM ആശാ C. എബ്രഹാം, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K. സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.